ഹായ് ചങ്ങാതീസ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ലൈവിലൊക്കെ വരുമ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു ഷോർട്ട് ഡേ ഇൻ മൈ ലൈഫാണ്. ഡെയിലി രാവിലെ ഞാനും മോളും അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് വർത്തമാനം പറയാറുണ്ട്. സ്റ്റെപ്പിലൊക്കെ ഇരുന്ന് വർത്തമാനം പറയും. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് അപ്പുടു വന്നത്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് അവിടെ ഇരുന്നു. നമുക്ക് കറക്റ്റ് സണ്ണ് നമ്മുടെ ഇവിടെ ഈ സ്റ്റെപ്പിൻ്റെ അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ സൺ കിസ്റ്റ് ഉണ്ടാവും. സോ വിറ്റാമിനൊക്കെ നല്ലതല്ലേ. അപ്പോൾ പിള്ളേരെ കൂടെ ഞാനും കൂടെ കുറച്ച് നേരം ഇങ്ങനെ വെയിലൊക്കെ കൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഈ സണ്ണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പക്ഷേ ക്യാമറയിൽ അത്ര രസമായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷേ നേരിട്ട് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് ക്യാപ്ചർ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് അവിടുത്തെ കത്തിയടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് കിച്ചണിലോട്ട് പോന്നു. രാവിലെ നെയ് റോസ്റ്റും ചമ്മന്തിയുമായിരുന്നു. കഴിക്കുന്നതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ രാവിലെ ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നെ ഇന്ന് പിള്ളേർക്ക് ലാസ്റ്റ് ഡേ, സ്കൂളിലെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ അവരെ കൊണ്ടുവിടാനായിട്ട് ഞാൻ തന്നെയാണ് പോയത്. അപ്പോൾ അപ്പോഴും ഇതാ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഷോ ഇറക്കുന്നുണ്ട്. അപ്പം ആക്ച്വലി സ്കൂളിലേക്ക് ഇതുപോലെ കൂളിംഗ് ഗ്ലാസ്സോ കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ അത് ഞാൻ തിരിച്ചു ചോദിച്ചപ്പോൾ ചെറുതായിട്ട് ചെക്കനൊന്ന് പിണങ്ങി. പിന്നെ ലാസ്റ്റ് ഡേ അല്ലേ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ പിണക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ കൊടുത്തു വിട്ടു. കൊടുത്ത പാടെ അത് അവൻ ബാഗിൽ വെച്ചു. ഇത് ജസ്റ്റ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചെന്നിട്ട് ഷോ ഇറക്കാനുള്ള ഒരു പരിപാടിയിലാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ചേട്ടനും ചേച്ചിയോ അനിയനും ചേച്ചിയും കൂടി എനിക്ക് ബായൊക്കെ പറഞ്ഞിട്ട് സ്കൂളിലോട്ട് പോവാണ്. മോളുടെ പേര് ആമിയ എന്നാണ്. ആമിയെന്ന് വിളിക്കുക. അവൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. മോൻ്റെ പേര് ആദം. അവനെ അപ്പുടു എന്നാണ് വിളിക്കുക. അവൻ LKG-യിലാണ് കേട്ടോ പഠിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ഹാപ്പി ആയിട്ട് പോയി. ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് മോൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം 2 മന്ത് വെക്കേഷനൊക്കെ ആണല്ലോ. അപ്പോൾ അങ്ങോട്ട് പോകണം, ഇവിടെ പോകണം, ഫിലിം കാണണം, അങ്ങനെ കുറേ പ്ലാനൊക്കെ ഉണ്ട് ആശാത്തിക്ക്. അങ്ങനെ അവരെ വിട്ടിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നു. പിന്നെ വീട്ടിൽ വർക്കും പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മുടെ എമ്പുരാൻ്റെ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തപ്പം എനിക്ക് 1-ാം തീയതിക്ക് ടിക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിവിടെ തിയേറ്ററിൽ രാഗം തിയേറ്ററിലാണ്, തൃശ്ശൂർ രാഗം തിയേറ്ററിലാണ് കാണാൻ പോവാറ്. അപ്പം എനിക്ക് ബുക്ക് ചെയ്തപ്പോൾ എനിക്ക് 1-ാം തീയതിക്ക് ടിക്കറ്റ് കിട്ടിയുള്ളൂ. അപ്പോൾ എനിക്ക് 27th എന്നെ കാണണമെന്ന് ഭയങ്കരമായ ആഗ്രഹം. അപ്പോൾ ഞാൻ വളർക്കാവിലുള്ള ഗാനം തിയേറ്ററിൽ പിന്നെ ടിക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷമാണ് ചേട്ടൻ പറയുന്നത് ഗാനം തിയേറ്റർ റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വീഡിയോ ഇട്ട് തന്നു. ആ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ആക്ച്വലി ബുക്ക് ചെയ്തത്. ഞാൻ മുമ്പേ അവിടെ പോയിട്ടില്ല. കാരണം എനിക്ക് സൈഡിൽ സ്പേസ് ഉള്ളതായിട്ടാണ് ഞാൻ ബുക്ക് ചെയ്ത ടിക്കറ്റിൽ എനിക്ക് മനസ്സിലായത്. പക്ഷേ ആൾ റിനോവേറ്റ് ചെയ്തത് വീഡിയോ ഇട്ട് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അയ്യോ അതൊരു കോർണർ സീറ്റായിരുന്നു എന്ന്. അപ്പോൾ നമ്മൾ ഫാൻ ഷോ പോലെയുള്ള ഷോയ്ക്കൊക്കെ കോർണർ സീറ്റിൽ പോയിരുന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് ഞാനത് ക്യാൻസൽ ചെയ്തിട്ട് ഐനോക്സിൽ എഗെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട് 27th തന്നെ, അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ദിവസം തന്നെ. അപ്പോൾ അങ്ങനെ ടിക്കറ്റൊക്കെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഞാൻ. എങ്ങനെയുണ്ട് പടം എന്നുള്ളതൊക്കെ നോക്കണം. എനിവേസ് എല്ലാവരും നല്ലൊരു എക്സ്പെക്റ്റേഷനിലും സംഭവത്തിലൊക്കെ ആണല്ലോ. ട്രെയിലർ കണ്ടപ്പോൾ ഒരു KGF ടൈപ്പൊക്കെ ആയിട്ടാണ് തോന്നിയത്. എനിവേസ് ബോറാവാൻ ചാൻസ് ഇല്ല, നോക്കാം. അങ്ങനെ പണിയും കാര്യങ്ങളെല്ലാതും കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് വന്ന് കിടന്നു. അത് കഴിഞ്ഞിട്ട് ഇനി പിള്ളേർക്ക് 11:30 വരെ ക്ലാസ്സുള്ളൂ. ജസ്റ്റ് ഒന്ന് കിടന്നപ്പോഴത്തേനും എണീക്കാനുള്ള ടൈമായി. അവരെ പോയിട്ട് പിക്ക് ചെയ്യാനായിട്ട് പോയി. പിന്നെ കുറച്ച് നേരം വീഡിയോ എഡിറ്റിങ് അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി. ഞാൻ വന്നപ്പോഴത്തേനും ടീച്ചേഴ്സ് പിള്ളേരുടെ കൂടെ ഒരുമിച്ചിരുന്ന് കളിക്കായിരുന്നു കേട്ടോ. 2 ടീച്ചേഴ്സാണുള്ളത്. 10-60 പിള്ളേരുണ്ടാവും. 60 പിള്ളേരിന് മേലെ ഉണ്ടാവും. പക്ഷേ ഇവരൊക്കെ എത്ര കാര്യമായിട്ടാണ് പിള്ളേർ നോക്കുന്നത്, ഇങ്ങനെ മാനേജ് ചെയ്യുന്നതൊക്കെ ആകുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഞാൻ നോക്കിയപ്പോഴത്തേനും അപ്പുടുവിൻ്റെ മുഖമൊക്കെ ചോന്ന് തൊടുത്തൊരു പരിവായിട്ടുണ്ടായിരുന്നു. വിളിച്ചപ്പോഴത്തേനും പിന്നെ വന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആമിയുടെ ക്ലാസ്സിലേക്കാണ് നേരെ പോയത്. അപ്പോൾ എന്നെ കണ്ട വഴിക്ക് വേഗം ഓടി വരാൻ നിന്നപ്പോഴത്തേനും ടീച്ചർ പിള്ളേരോട് ഒരു അഡ്വൈസ് കൊടുക്കുകയാണ്. 2 മന്ത് ഉണ്ട്, ആരും വേസ്റ്റ് ആക്കരുത്, കുറേശ്ശെയൊക്കെ ഇരുന്ന് പഠിക്കണം എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. കുറച്ച് നേരം കിടന്നു. ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 4:35 ആയപ്പം ചെറുതായൊരു ഔട്ടിങ് പോലെ പോകാമെന്ന് വിചാരിച്ചു. പിള്ളേർക്ക് ബസ്സിന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ബസ്സിലാണ് പോയത്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ബസ്സിലൊരു ചെറിയൊരു യാത്ര. അതായത് നമ്മൾ പോയത് എവിടേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശക്തൻ മാർക്കറ്റിൽ, തൃശ്ശൂർ ശക്തൻ മാർക്കറ്റിലൊരു മിനി ഷോപ്പിംഗ് മാൾ പോലെയുണ്ട്. അതായത് ഈ ലോക്കൽ സെറ്റപ്പ് തന്നെ ആയിട്ട് ഒരു ഷോപ്പിംഗ് സ്പേസ് ഉണ്ട്. ഷോപ്പിംഗ് മാളെന്നല്ല കേട്ടോ, ഷോപ്പിംഗ് സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ ഏതെടുത്താലും 10 രൂപയ്ക്ക് സംഭവങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. അപ്പോൾ ഞാൻ മുമ്പേ പോകാറുള്ളതാണ്. അപ്പോൾ മോൾക്ക് കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ അവൾക്ക് ഭയങ്കര അതിശയവും കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഏതെടുത്താലും 10 രൂപ.
പക്ഷേ നമ്മൾ പെരുന്നാൾ അല്ലെങ്കിൽ ഉത്സവമൊക്കെ വരുമ്പോൾ അല്ലല്ലോ 10 രൂപ. ഇപ്പോൾ 10 രൂപയ്ക്കല്ല 20 രൂപയ്ക്കാണ് മിനിമം 20 രൂപയ്ക്കാണ് സാധനങ്ങളൊക്കെ കിട്ടുക. ഇവിടെ ദാ നോക്കൂ, ഒരുപാട് ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ. നമുക്ക് ഹൗസ് ഹോൾഡ് വാങ്ങിക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. തൃശ്ശൂർക്കാരാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു ഷോപ്പാണ്. 10 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും നിങ്ങൾ ചിന്തിക്കൂല, അത്രയധികം സാധനങ്ങൾ ഈ ഷോപ്പിലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പോയിട്ട് വിസിറ്റ് ചെയ്താൽ നന്നായിരിക്കും. നിങ്ങൾക്ക് 10 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തായാലും അവിടെ നിന്ന് വാങ്ങിക്കുന്ന എന്ത് സാധനവും വെറുത്തായിരിക്കും. അങ്ങനെ ആമിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 രൂപയ്ക്ക് 10 സാധനങ്ങൾ വാങ്ങിക്കാം, എന്താ വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിച്ചോ എന്നുള്ള ഒരു ഓഫർ കൊടുത്തിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനിടയിൽ അപ്പുടൂനും അവന് എന്ന് പറഞ്ഞാൽ കുറച്ച് കാറ്, അതുപോലെ എയറോപ്ലെയിൻ്റെ ഒക്കെ കീ ചെയിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോട് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഞാനും ഇടയിൽ കുറച്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എത്രയൊക്കെ കുട്ടികൾക്ക് നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്താലും ലാസ്റ്റ് ആകുമ്പോഴത്തേനും അവർ കരയും, വേറെ എന്തെങ്കിലും ഒരു ഐറ്റം വേണമെന്ന് പറഞ്ഞിട്ട് കരച്ചിൽ തുടങ്ങും. അത് തന്നെയാണ് സെയിം ഇവിടെയും സംഭവിച്ചത്. പിന്നെ ആമിയായാലും ഏതായാലും നമ്മൾ വേണ്ട പിന്നെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാൽ വലിയ അലമ്പുണ്ടാക്കാറില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല. അപ്പോൾ നമ്മളിപ്പം ഹൈ റോഡിൽ കൂടെയാണ് കേട്ടോ ഓട്ടോയിൽ പോകുന്നത്. എനിക്ക് ഹൈ റോഡ് ഇപ്പം കാണുമ്പം തൃശ്ശൂർ ഹൈ റോഡിൽ ഓരോ ആഴ്ചയിലും ഓരോ പുതിയ കടകൾ വരുന്നതായിട്ടാണ് തോന്നുന്നത്. ഓരോ വീക്കും നമ്മൾ ഇതിലൂടെയൊക്കെ പോകുമ്പം വേറെ വേറെ കടകൾ പുതിയ പ്രത്യേകിച്ച് ഡ്രസ്സിൻ്റെ കടകൾ എത്ര ഷോപ്പാണെന്നറിയോ ഡ്രസ്സിനെ തുറക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് അരിയങ്ങാടിയിലുള്ള റൈസ് ബസാറിലുള്ള ആദം ബസാറിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ബ്രൈറ്റ് ടവേഴ്സ് ഉണ്ട്. അവിടെ നമുക്ക് ഒരു ഐസ്ക്രീം ഷോപ്പ് പുതിയതായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. സ്കാൻഡി എന്നാണ് ഷോപ്പിൻ്റെ പേര്. 30+ വെറൈറ്റീസ് ഓഫ് ഐസ്ക്രീംസ് അവിടെ അവൈലബിൾ ആണ്. പല പല വെറൈറ്റീസ് ആയിട്ടുള്ളതുണ്ട്. നമ്മൾ വാങ്ങിച്ചത് ആമി എടുത്തത് യൂണിക്കോണിൻ്റെ ഒരു ഐസ്ക്രീം ആയിരുന്നു, നല്ലതായിരുന്നു. പിന്നെ ആദം എടുത്തത് ഒരു റംദാൻ സ്പെഷ്യൽ ഒരു കുൽഫി ടൈപ്പ് ഐസ്ക്രീം ആയിരുന്നു. ഞാൻ നോർമൽ ഡിലൈറ്റ് ഐസ്ക്രീമാണ് എടുത്തത്. ഇവിടെ നമുക്ക് ഓൾറെഡി പെനി എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ്, ഇതുപോലൊരു ക്യാൻഡി ഷോപ്പുണ്ട്. അതിൻ്റെ ഒരു മിനി വേർഷനൊക്കെ ആയിട്ട് തോന്നി. പിന്നെ എനിക്ക് പെനിയിലെ ഐസ്ക്രീംസ് ആണ് കൂടുതലും ടേസ്റ്റി ആയിട്ട് തോന്നിയത് സ്കാൻഡിനെക്കാട്ടിലും. സ്കാൻഡി പുതിയ ഒരു ബ്രാൻഡാണെന്ന് തോന്നുന്നു. എനിവേയ്സ് നമ്മൾ അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. കാരണം നമുക്ക് 7 മണിക്ക് ലൈവ് ഉണ്ട്. ഇതിനിടയിൽ ഞാൻ 1 മണിക്ക് ലൈവൊക്കെ ഇരുന്നായിരുന്നു കേട്ടോ. അങ്ങനെ 1 മണിക്കും 7 മണിക്കുള്ള എൻ്റെ ലൈവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം. ഇഷ്ടപ്പെട്ടോ?